ഇനി നമ്മൾ ചർച്ച ചെയ്ത വലിയ വാർത്തകളിലേക്ക് പോയാൽ ഏറ്റവും പ്രധാനം ആലപ്പുഴ പുന്നപ്ര സ്വദേശി ഉഷ ജോസഫിന്റെ വയറിൽ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയ സംഭവമായിരുന്നു. ഇതിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് അധികൃതർക്ക് വീഴ്ച പറ്റിയെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ചികിത്സാ പിഴവുണ്ടായെന്നും കോവിഡ് സമയത്ത് നടന്ന ശസ്ത്രക്രിയ ആയതുകൊണ്ട് തന്നെ പരിമിതികൾ ഉണ്ടായിരുന്നുവെന്നും സൂപ്രണ്ട് ഡോക്ടർ ഹരികുമാർ സമ്മതിക്കുകയായിരുന്നു ഇന്ന്. എന്നാൽ ചികിത്സാ പിഴവിനെ നിസാരവൽക്കരിക്കുന്ന വളരെ വിചിത്രമായ വാദമാണ് ഡോക്ടർ ലളിതാംബിക ഉന്നയിച്ചത്. ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര അനാസ്ഥയാണെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. അതിനിടെ ചികിത്സാ പിഴവിൽ ഉഷയുടെ കുടുംബം അമ്പലപ്പുഴ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പുന്നപ്ര സ്വദേശി ഉഷ ജോസഫ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ ഡോക്ടർമാർക്ക് വീഴ്ച പറ്റിയെന്നാണ് ആരോഗ്യവകുപ്പ് നിയോഗിച്ച സമിതിയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ചികിത്സാ പിഴവ് ആരോപണം ഉയർന്നതിന് പിന്നാലെ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് DME 4 അംഗ സമിതിയോട് റിപ്പോർട്ട് തേടിയത്. ശസ്ത്രക്രിയയിൽ പിഴവുണ്ടായെന്ന റിപ്പോർട്ട് വണ്ടാനം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ആരോഗ്യവകുപ്പിന് സമർപ്പിച്ചു. ശക്തമായ പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെ ചികിത്സാ പിഴവുണ്ടായെന്ന് സമ്മതിക്കുകയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് അധികൃതരും. കോവിഡ് സമയമായിരുന്നതിനാൽ ജീവനക്കാരുടെ ക്ഷാമവും പരിമിതികളും ഉണ്ടായിരുന്നുവെന്നാണ് ന്യായീകരണം. ഉഷയുടെ കുടുംബം ആരോപണം ഉന്നയിച്ച ഡോക്ടർ ലളിതാംബികയുടെ ടീമിലെ ഡോക്ടർ ഷാഹിദയാണ് ശസ്ത്രക്രിയ നടത്തിയതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഹരികുമാർ പറഞ്ഞു. അതായത് ലളിതാംബിക മാഡത്തിന്റെ യൂണിറ്റിലാണ്, പക്ഷേ ആ യൂണിറ്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ നേതൃത്വത്തിലാണ് ഈ സർജറി നടന്നത്. ഡോക്ടർ ഷാഹിദ. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉഷ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് എത്തിയിട്ടില്ലെന്നും സൂപ്രണ്ട് അറിയിച്ചു. എന്നാൽ ശസ്ത്രക്രിയ ചെയ്തത് താനാണെന്ന കുടുംബത്തിന്റെ ആരോപണം നിഷേധിച്ച ഡോക്ടർ ലളിതാംബിക ചികിത്സാ പിഴവിനെ നിസാരവൽക്കരണം നടത്തിയത്. 5 അല്ല 50 വർഷം ഉപകരണം വയറ്റിൽ കിടന്നാലും കുഴപ്പമില്ലെന്നായിരുന്നു വാദം. ഇത് വയറ്റിലുള്ളതുകൊണ്ട് ഒന്നും അറിയത്തില്ല, വെക്കാന്നല്ലേ തെറ്റാണ്. പക്ഷേ വയറ്റിൽ ഇത് ഇരുന്നുകൊണ്ട് ഒന്നും അറിയാം. ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതും ആകാം, ഇപ്പൊ വെച്ചതെന്നുള്ളതിന് ഒരു തെളിവുമില്ല. 5 അല്ല 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉപകരണങ്ങൾ പരിശോധിക്കുന്ന സിസ്റ്റം സർക്കാർ ആശുപത്രികളിൽ ഇല്ലെന്നും ഡോക്ടറുടെ വിചിത്ര ന്യായം. എല്ലാത്തിനും ഡോക്ടർമാരെ എളുപ്പം കുറ്റം പറയാം, പക്ഷേ ഒരു സിസ്റ്റം ഉണ്ട്. ഇൻസ്ട്രുമെന്റ് ചെക്ക് ചെയ്യാൻ ഒരു സിസ്റ്റം ഉണ്ട്. അത് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ആ സിസ്റ്റം ഇല്ല. ഡോക്ടർ ലളിതാംബികയുടെ വാദം പൂർണ്ണമായും തള്ളി ആരോഗ്യമന്ത്രി വീണ ജോർജ് രംഗത്തെത്തി. ഇവർ സമ്മതിക്കോ സ്വന്തം അനുഭവത്തിൽ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായാൽ, ഈ പറയുന്ന വ്യക്തികളുടെ അനുഭവത്തിൽ ഈ പ്രശ്നം ഉണ്ടായാൽ സമ്മതിക്കുമോ, അതിനനുവദിക്കുമോ? എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? അപ്പോൾ സാധാരണക്കാരോട് അല്ലെങ്കിൽ അങ്ങനെ പ്രൊസീജിയേഴ്സിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. കുറ്റക്കാർക്കെതിരെ ദാക്ഷിണ്യമില്ലാത്ത നടപടിയെടുക്കുമെന്നും സർവീസിലുള്ളവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഉഷയുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്ന് ആരോഗ്യമന്ത്രി കുടുംബത്തെ അറിയിച്ചു. അതിനിടെ ചികിത്സാ പിഴവിൽ ഉഷയുടെ കുടുംബം ആലപ്പുഴ പോലീസിൽ പരാതി നൽകി. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ ആരോഗ്യവകുപ്പിനെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. 5 വർഷം കത്രിക വയറിൽ വെച്ച് നടന്ന സ്ത്രീയോട് കരുണ കാണിക്കാത്ത ക്രൂരന്മാരുടെ സർക്കാരാണ് LDFന്റേതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആഞ്ഞടിച്ചു. പാലക്കാട് ഒരു കുട്ടിയുടെ കൈ നഷ്ടപ്പെട്ടു. ആശുപത്രിയുടെ അനാസ്ഥകാരുടെ കൈ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റേണ്ടി വന്നു. അതിനൊരു പകരം കൈ കൊടുക്കാനുള്ള മനസാക്ഷിയില്ലാത്ത ക്രൂരന്മാരുടെ സർക്കാരാണിത്. അല്ല, സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നില്ല. രാവിലെ വാർത്താ സമ്മേളനത്തിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വണ്ടാനം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് ഇരച്ചു കയറി. ബലം പ്രയോഗിച്ചാണ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട മുതിർന്ന കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുണ്ടായ വാക്കേറ്റം സംഘർഷത്തിൽ കലാശിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിന ഉഷ ജോസഫിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിഷേധ സമരം നടത്തി. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഉഷയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. നാളെയാണ് ഉഷയുടെ ശസ്ത്രക്രിയ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.